ഗായ്സ്, ദിസ് ഈസ് ഡേ 2 ഓഫ് മേക്കിംഗ് മണി ഓൺലൈൻ. അപ്പം ഈ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റാ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഞാൻ പഠിച്ചില്ല, ഞാൻ ജസ്റ്റ് ഇന്നലെ വീഡിയോ കണ്ടവനാണെങ്കിൽ അറിയാം. അതായത് ഇപ്പോഴാണ് ഞാൻ ഇന്ന് 2 മണിയായപ്പോഴത്തേക്കും ക്ലാസ് കട്ട് ചെയ്തു. അപ്പം നേരത്തെ എത്തി. കാരണം എന്ന് വെച്ചാൽ വീട്ടിലിപ്പം ആരുമില്ല. ഇപ്പം ഈ 2 മണിക്കൂർ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പം വീഡിയോ വ്ളോഗ് ചെയ്യാൻ നിർത്ത്, ഈ ഒരു വീഡിയോ എടുക്കാൻ നിർത്ത്. കാരണം ആൾക്കാരെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ചെറിയ വീടാണ്, പിന്നെ അവിടുത്തെ ഭയങ്കര നോയ്സസ് ഒക്കെ ഉണ്ടാവും. അതാണ് ഞാൻ ചെറുക്കന്മാരൊക്കെ ഉള്ളപ്പം വീഡിയോ എടുക്കാത്തത്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് പറയുമ്പോൾ ഓൾറെഡി എനിക്കറിയാവുന്നതാണ്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഓൾറെഡി നമ്മുടെ വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്ട് 50യുടെ ഭാഗമായിട്ട് ഓൾറെഡി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറച്ച് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിങ്ങിന് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊന്ന് വായിച്ചു നോക്കാം. പിന്നെ HubSpot എന്ന് പറഞ്ഞൊരു സംഭവമാണ്. HubSpot എന്ന് പറയുന്നത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ HubSpotൽ കയറി അവരുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് അവരതിനെ പറ്റി കുറച്ച് ആർട്ടിക്കിൾസും കുറച്ച് കോഴ്സസൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രീ കോഴ്സസ് ഉണ്ട്, അതെടുത്തുനിന്ന് വായിക്കണം. പിന്നെ ഗൂഗിളിൻ്റെ എന്തൊരു ഡിജിറ്റൽ ഗോജ് എന്തൊരു സംഭവമുണ്ട്. ഗൂഗിളിൽ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയുള്ളൊരു പേജ്, ഒരു സ്പേസ് ഉണ്ട്. അപ്പം അവിടുന്ന് കുറച്ച് ആർട്ടിക്കിൾസ് എടുത്ത് വായിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ ലക്ഷ്യം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ജസ്റ്റ് 2-3 വട്ടം വീഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വീഡിയോ കാണിച്ച്. അപ്പം ഇന്നലെ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ശരിയാണ്. അതായത് ഒന്നെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ കാര്യം. അപ്പം ഒന്നാമത് ഞാൻ ക്യാമറ എൻ്റെ കയ്യിലാണ് പിടിക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ തന്നെ 2ാമത് വീഡിയോ ആണ്. അപ്പം ക്യാമറ ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ആംഗിള് ഭയങ്കരമായിട്ട് ക്യാമറ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ക്യാമറ ഒരു സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ അറിയില്ല, ഇന്നലെ എന്തോ ഞാനിപ്പോൾ താഴെ വെച്ചപ്പം മൈക്ക് അടഞ്ഞ് എനിക്ക് ഈ ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഓഡിയോയിൽ എന്തോ പ്രശ്നം വന്നു. അപ്പം ഭാവി ഈ 30 ദിവസം കഴിയുമ്പോൾ ഒരു ട്രൈപ്പോഡൊക്കെ മേടിക്കണം. എന്നിട്ട് മേടിക്കാം, അറിയില്ല, ഒരു ട്രൈപ്പോഡൊക്കെ മേടിക്കണം, എന്നിട്ട് വീഡിയോ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഇന്നലെ വന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു ഹോണസായിട്ട് ഒരു കാര്യം പറയാം. അതായത് എനിക്ക് ഇപ്പം സ്ക്രിപ്റ്റൊന്നുമില്ല. ഇപ്പം ഞാൻ ജേർണൽ ചെയ്യുമ്പം കുറേ കാലം അങ്ങ് എഴുതിയപ്പോൾ അപ്പം വീഡിയോ ജേർണലിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അതായത് ജസ്റ്റ് എൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണോ വരുന്നത് അതിങ്ങനെ സംസാരിക്കുക, വീഡിയോ എടുത്തൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അത് റീച്ച് ആവണമെന്നോ എനിക്ക് മെയിനായിട്ട് ഞാൻ എടുത്തത് എനിക്ക് കാണാനാണ്. പിന്നെ യൂട്യൂബിൽ ഇടുമ്പം യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ നല്ലത്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇട്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അന്നേരം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്താനോ അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ പറയണമെന്നോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മൈൻഡിൽ എന്തൊക്കെയോ വരുന്നത് അതങ്ങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മിസ്റ്റേക്കാണ് എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെ പറയുമ്പം ഇപ്പോൾ ഒരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ എലാബറേറ്റ് ചെയ്ത് വേറെ വിഷയങ്ങളിലേക്ക് കടന്നു പോകണം. അതായത് ആ വിഷയം തന്നെ കംപ്ലീറ്റ് ആക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഒരു മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചു. എന്തായാലും ഞാൻ സോൾവ് ആക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു മേജറായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ജേർണലിംഗ് സീരീസിൽ എന്ത് പറയും, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം ഇപ്പം ബാക്കിയുള്ള യൂട്യൂബേഴ്സ് കിട്ടുന്ന പോലെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് ഉണ്ടാവണ്ടേ. ഞാൻ എന്ത് കണ്ടൻറ്റാണ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലുമൊക്കെ എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. അപ്പം അത് തന്നെ ആവണോ അതോ പുതിയ എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ ഒപ്പിച്ചിട്ട് അത് ഞാൻ ഡെയിലി എന്തൊക്കെ പഠിക്കുന്നു ഇത് ഇൻക്ലൂഡ് ചെയ്യണോ? ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഇപ്പം ഞാൻ ഡെയിലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഞാൻ പഠിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സിനെ പറ്റി പറയാം. പിന്നെ ഇതുപോലെ പണ്ട് വന്ന മിസ്റ്റേക്കുകളെ പറ്റിയും എൻ്റെ എയിംസിനെ പറ്റിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. സോ ഇന്നിപ്പം തന്നെ 3 മിനിറ്റ് എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കാൻ നോക്കാം. അപ്പം ഇന്ന് സംസാരിക്കുന്നു വിചാരിച്ചപ്പം ഇന്നലെ എൻ്റെ കഥ ഒരു ചെറിയൊരു അംശമേ പറഞ്ഞുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു എൻ്റെ കുറേ പ്രോബ്ലംസും എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കുറച്ച് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ വാട്ട് ഐ ലാക്ക്, എനിക്ക് തീരെ ഇല്ലാത്തൊരു സാധനമാണ് ഡിസിപ്ലിൻ. അതിനെപ്പറ്റി ഇന്ന് കുറച്ച് സംസാരിക്കാൻ നിർത്തും. അപ്പോൾ എനിക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതിന് മെയിൻ കാരണം നടക്കാം. ഇപ്പം എൻ്റെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി ഇന്നലെ പറഞ്ഞത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. അപ്പം 1 ഇയർ ആയിട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഒന്നിനും ഡിസിപ്ലിൻ ഇല്ല. ഈ പ്രൊജക്ട് 50 വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു സെൽഫ് ഡിസിപ്ലിൻ വന്നതെന്ന് ഞാൻ പറയാൻ വേണേൽ. അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇടുന്ന തന്നെ ഒരു ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കാരണം ഈ 30 ദിവസം ഇപ്പം ഞാൻ വീഡിയോ കണ്ടൻറ്റ് എന്തോ ആയിക്കോട്ടെ, ഞാൻ ഡെയിലി ഇപ്പോൾ അത് 1 മിനിറ്റ് ആയിക്കോട്ടെ 1 സെക്കൻഡ് ആയിക്കോട്ടെ ഡെയിലി വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. അത് 1 മിനിറ്റ് ആയാലും ഒരു 10 സെക്കൻഡുള്ള വീഡിയോകളും ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ചാനലും വേണമെങ്കിൽ തുടങ്ങിയെന്ന് പറയാം. കാരണം ഒരു കാര്യം നമ്മൾ എത്ര ദിവസത്തോളം അത് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നോ അതിൻ്റെ റിസൾട്ടിനെ പറ്റി ബോധമെടുക്കുന്നില്ല. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക.
ഇപ്പോൾ ഇപ്പം ഞാൻ യൂട്യൂബ് സീരീസ് എടുത്ത് വീഡിയോ ഇടുക, ഇവിടെ ഒന്ന് 1000 പേര് കാണാം, ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആകാം. ഇതൊന്നും എൻ്റെ ലക്ഷ്യങ്ങളല്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ 30 ദിവസം ഞാൻ എന്തായാലും മണി മേക്കിംഗ് സീരീസ് ഡോക്യുമെൻ്റ് ചെയ്ത് ഓൺലൈൻ ഇടാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ എനിക്ക് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം അതിനകത്തൊരു ജേണി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് മോങ്ക് മോഡ്. അതായത് 21 ദിവസത്തെ മോങ്ക് മോഡ്. ആ ചലഞ്ച് പകുതി വെച്ച് തുടങ്ങി ഫെയിലായി. പിന്നെ ഞാൻ ബോക്സിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അതും ഇതുപോലെ ഇടയ്ക്ക് വെച്ച് നിർത്തി, ഇടയ്ക്ക് വെച്ച് പോകുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തി, ഇടയ്ക്ക് വെച്ച് പോകുന്നു. അതൊരു കൺസിസ്റ്റൻസി ഇല്ല. അതിനിയും ഉടനെ നാളെ തൊട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നുള്ളതായിരുന്നു ജിമ്മ് അതുപോലെ ഫസ്റ്റ് ഇയർ കോളേജിൽ ഇങ്ങനെ ഇടയ്ക്ക് പോകും ഇടയ്ക്ക് വരും. അതൊരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ കാര്യത്തിൽ ഇപ്പം ജേർണലിങ് ആയാലും അങ്ങനെ കുറേ കാര്യത്തിൽ ഞാൻ ഇന്നലെ ഡിസിപ്ലിനെ പറ്റി പറയണമെന്ന് ഓർത്താണ്. ബട്ട് എനിക്കതില്ല, ഞാനത് പറയാൻ മറന്നും പോയി, കാരണം സ്ക്രിപ്റ്റൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഡിസിപ്ലിൻ എനിക്ക് നല്ല ലാക്ക് ചെയ്ത് ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ. അപ്പം ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാണ് പ്രൊജക്ട് 50 സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് താങ്ക്സ് ടു ദാറ്റ് ഇപ്പം ഇന്ന് 41ാമത്തെ ദിവസമാണ്. ബട്ട് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഞാൻ ഇന്നലത്തെ പറയാൻ എൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഇൻ കേസ് ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയാലും അടുത്ത ദിവസം ഞാൻ ജിമ്മിൽ പോകും. അങ്ങനെ കുറേ ചെറുത് ഭയങ്കരമായിട്ട് ഞാൻ ഡിസിപ്ലിൻഡ് ആയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദർ ഈസ് സം സോർട്ട് ഓഫ് ഡിസിപ്ലിൻ എൻ്റെ ലൈഫിൽ വന്നു. അതുപോലെ തന്നെ മറ്റേ അറ്റോമിക് ഹാബിറ്റ്സ് ബുക്കിൽ പറഞ്ഞ ബി 1% ബെറ്റർ എവറി ഡേ. ഇനി ജാപ്പനീസിലാണ് കൈസൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൈസൻ എന്ന് പറഞ്ഞാൽ ബിക്കം 1% ഓഫ്, അതായത് ഇന്നലത്തെ എന്നെക്കാളും ബെറ്ററാണ് ഇന്നത്തെ എന്നെക്കാളും ബെറ്ററാണ് നാളത്തെ ഞാൻ. ഇപ്പം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ മാസം എന്നെക്കാളും ബെറ്ററാണ് ഈ മാസം ഞാൻ. ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ 3 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ 21ാം വയസ്സിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, അതായത് ഇപ്പം ഞാൻ എൻ്റെ 19 നിന്ന് 20 കടന്ന ഞാനും 20 നിന്ന് 21 കടന്ന ഞാനും ഒരേ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അതോ ഇതിലും ഡിഫറൻറ്റ് ഉണ്ടോ നോക്കി. ബട്ട് താങ്ക്സ് ടു ഞാൻ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പം ഇല്ല, 19 നിന്ന് 20 കയറിക്ക് ഞാനല്ല 20 നിന്ന് 21. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ലേ പോലും. ഒരു നോളജ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ ട്രേഡിംഗ് പഠിച്ചു, ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിച്ചു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, കുറേ സ്കിൽസ് ഞാൻ എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ കുറേ റിസ്ക് ടേക്കിംഗ് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് ജിമ്മിൽ കൺസിസ്റ്റൻ്റായി പോകാൻ പറ്റി. സോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. ഇത് എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ 30 ദിവസം കൺസിസ്റ്റൻ്റ്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ ഫോം ഓഫ് ഡിസിപ്ലിൻ എനിക്ക് ബിൽഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ ഞാൻ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഡിസിപ്ലിനെ പറ്റി പറയുകയാണ്. ഇപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചലഞ്ച് എടുത്തോ, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ശരിക്കും എൻ്റെ ഉള്ള പ്രായത്തിൽ ഭൂരിഭാഗം ഒരു 90% ഓഫ് ആൾക്കാരും എന്താ പറയുക, ഈ ഒരു ഡിസിപ്ലിൻ ലാക്ക് ചെയ്യുന്നത് ഞാൻ പറയും. ഇപ്പം ഒന്നെങ്കിൽ ജിമ്മിൽ ഒരു സാധനത്തിൽ നമ്മൾ കൺസിസ്റ്റൻസി, എൻ്റെ കേസിലായാലും എൻ്റെ കൂടെ ഉള്ളവരുടെ കേസിലായാലും ഭൂരിഭാഗം ആൾക്കാരും ഡിസിപ്ലിൻ ചെയ്യണില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആവണില്ല. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലും മാക്സിമം ബിക്കം എ ഡിസിപ്ലിൻ. ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ്. അത് ഈ പട്ടാളച്ചിട്ട് എന്നൊക്കെ പറയും, ബട്ട് അത് വളരെ ലൈഫിൻ്റെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് ഡിസിപ്ലിൻ. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരാളും അൺഡിസിപ്ലിൻഡ് ആയിട്ട് ഒരാളും ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യമുണ്ടെങ്കിൽ ഡെയിലി പോകുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 1 in 100 പീപ്പിൾക്കായി ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ജിമ്മിൽ പോയാലും ബോക്സിങ്ങിന് പോയാലും എനി ടൈപ്പ് ഓഫ് സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോബീസ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു ഇത്രയും ഡിസ്ട്രാക്ഷൻ നടന്ന വേൾഡ് ഇപ്പം നമ്മുടെ ചുറ്റും അറിയും. ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്ട്രാക്ഷനുള്ള ഒരു ഇതാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ വേൾഡിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. ബട്ട് ഇഫ് യു ആർ ഡിസിപ്ലിൻഡ് യു വിൽ ബിക്കം സക്സസ്ഫുൾ ഇൻ 1 day. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ഡിസിപ്ലിൻ ആകാൻ നോക്കുന്നത്. ഐ വാണ്ട് ടു ബിക്കം ദ ടോപ്പ് 1%. അതെൻ്റെ ഡ്രീമാണ്. സോ ഐ എം ഹിയർ ടു അച്ചീവ് മൈ ഡ്രീംസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടുന്നത്. ഇപ്പം ഇന്നത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇൻസ്റ്റാ മാർക്കറ്റിനെ പറ്റിയും കുറച്ച് കാര്യം പഠിക്കാം. എന്നിട്ട് ഇന്ന് എന്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, എന്തൊക്കെ ടോപ്പിക്കാണ് സംസാരിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഞാൻ ഇപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഇല്ല. ഞാൻ ഓർത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അതന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഇപ്പം നാളെയല്ല, ആദ്യൊരു 10 ദിവസമൊക്കെ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ എന്തെങ്കിലും സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം ഫസ്റ്റ് ഫുള്ള് റോ വീഡിയോസ് ഇടുന്നുള്ളൂ. എഡിറ്റൊന്നും ഇല്ല. തമ്മിലായിട്ട് ഞാൻ ഇന്നലെ പിൻട്രസ്റ്റിൽ കയറി ഇപ്പം മേക്ക് മണി എന്നുള്ളൊരു നമ്മുടെ ടൈറ്റിലുണ്ടല്ലോ. സോ അതിന് വേണമെങ്കിൽ കുറച്ച് $ൻ്റെ പിക്ചർ ഇട്ടിട്ടുണ്ട്.
അതിന് 30 ദിവസം അത് തന്നെ ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ അത് മാറ്റും. അപ്പം അതൊക്കെയുള്ളൂ. ഇപ്പോൾ എന്തായാലും 9 മിനിറ്റായി. ബൈ ബൈ. 10 മിനിറ്റായി. ബൈ ബൈ. നാളെ കാണാം. എന്തായാലും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം.